ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQuery സെലക്ടേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, jQuery സെലക്ടേഴ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് jQuery ലൈബ്രറിയിൽ. അതായത് നമുക്കൊരു HTML മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് HTMLത്തെ എലമെൻസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ jQuery സെലക്ടേഴ്സ് വെച്ചിട്ടാണ് അതിലെ HTMLത്തെ ഏത് ഭാഗം അല്ലെങ്കിൽ ഏത് പാർട്ട് നമുക്ക് jQuery ആഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ jQuery സെലക്ടേഴ്സ് നമ്മുടെ ഭാഗത്ത് HTML എലമെൻസിനെ അതിൻ്റെ ഐഡിയോ അല്ലെങ്കിൽ ക്ലാസ് നെയിമോ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സോ ടൈപ്പ് അതല്ലെങ്കിൽ ഡോം ഇതിത്തെ ഏതെങ്കിലും ഒന്നിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സെലക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതായത് jQueryയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് jQuery സെലക്ടേഴ്സ്. അപ്പോൾ ഈ jQuery സെലക്ടേഴ്സ് HTML ടാഗിന് നമ്മൾ കൊടുക്കുന്ന ഐഡിയോ അല്ലെങ്കിൽ ക്ലാസ്സസോ അതല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സോ അതല്ലെങ്കിൽ ടൈപ്പ് അതല്ലെങ്കിൽ മോർ ഫോം ഡോമിൻ്റെ ഏതെങ്കിലും പ്രത്യേക ഫോമിനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാനായി jQueryയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് jQuery സെലക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരേ സമയം തന്നെ നമുക്ക് ഒരു എലമെൻസിനെയോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെയോ ഒന്നിലധികം ക്ലാസ്സിനെയോ നമുക്ക് എന്ത് ചെയ്യാം, jQuery സെലക്ടേഴ്സ് വെച്ചിട്ട് നമ്മുടെ HTML കോഡും അതേപോലെ തന്നെ jQuery കോഡും തമ്മിൽ കണക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് സമയത്തും ഈ jQuery സെലക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ഡോളർ സൈൻ ഇട്ടതിന് ശേഷം ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു പാരന്തസിസിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ സെലക്ടേഴ്സൊക്കെ നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഫാക്ടറി ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും രൂപത്തിൽ ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ സെലക്ടേഴ്സ് ഉപയോഗിക്കുന്നതെന്നാണ്. ഒന്നാമത് നെയിമിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഐഡിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം, അതല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം, അതേപോലെ തന്നെ യൂണിവേഴ്സൽ എല്ലാ ടാഗിനും ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് jQuery ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ എലമെൻറ്റ് ഒന്നിലധികം എലമെൻറ്റ്സ് A, B അങ്ങനെ ഒന്നിലധികം എലമെൻറ്റ്സ് വെച്ചിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ വന്ന് ഈ നെയിം എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെയിം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് തന്നെയാണ്. ഇവിടെ വന്ന് ഇതിൻ്റെ എലമെൻറ്റ് നെയിം, അതായത് P എന്നൊരു എലമെൻറ്റ് നെയിമാണ്, അതിനാണ് CSSലൂടെ ബാക്ക്ഗ്രൗണ്ട് കളറ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ അതിന് മാത്രമായിട്ട് എന്ത് വന്നിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് കളറ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ P എന്നുള്ള പാരഗ്രാഫ് നെയിം ഇവിടെ കോൾ ചെയ്ത് എടുത്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നെയിമിന് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ID ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ID എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഒരു P കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു ID കൊടുക്കാം. ID ഈക്വൽ ടു നമ്മളിവിടെ വന്ന് ഡെമോന്നോ ഇഷ്ടമുള്ള എന്ത് പേരാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ഔട്ട്പുട്ട് ഒന്നും ഓക്കെ, ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാത്തിനും നമുക്ക് ഒരേപോലെ കളർ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ എലമെൻറ്റ്സ് ആണ് ഇവിടെ കോൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ID ആണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത് വരുന്നതെങ്കിൽ ഇവിടെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹാഷ് ഇടുക. അതിനുശേഷം നമ്മൾ ID ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തതിന് മാത്രമാണ് ID അവിടെ നമ്മൾ jQueryയുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കളർ മാത്രമായിട്ട് നമുക്കിവിടെ ചേഞ്ച് ചെയ്തതായിട്ട് കാണിച്ചു തരും. ഇനി അതേ രൂപത്തിൽ തന്നെ ഐഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, ID എന്നുള്ളത് ഒഴിവാക്കി നമുക്ക് ക്ലാസ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെമോ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ക്ലാസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആഷിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് വരും, ഇത് ഒന്നാമത്തത് മാത്രമായിട്ടായിരിക്കും നമുക്ക് ഇതുപോലെ jQuery കണക്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ID ആണെങ്കിൽ എന്ത് ചെയ്യണം, ഹാഷാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതേപോലെ ക്ലാസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഡോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ എലമെൻറ്റ്സ് അതല്ലെങ്കിൽ HTML ടാഗാണ് ഉപയോഗിക്കുന്നത്, ഡയറക്റ്റ് ആ ടാഗാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ P കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ എവിടെയൊക്കെ P ഉണ്ടോ അതിനെല്ലാം എന്ത് ചെയ്യും, അതിന് jQuery കണക്റ്റ് ആവും. എന്നാൽ നമ്മൾ ക്ലാസ്സോ അതല്ലെങ്കിൽ ഐഡിയോ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സിനെയോ അല്ലെങ്കിൽ ഐഡിക്കായിരിക്കും നമുക്ക് എന്ത് വരിക, ഈ jQuery അപ്ലൈ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് പറഞ്ഞു. അപ്പോൾ ക്ലാസ് നമ്മൾ ഏതാണോ കൊടുക്കുന്നത് പോലെ ഡോട്ട് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് യൂണിവേഴ്സൽ. അതായത്
ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആസ്ട്രിക്, ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ടാഗുകളാണോ വരുന്നത് അതിന് മുഴുവനായിട്ടും ആ CSS വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ആ jQuery അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബോഡിക്ക് കൂടി ബാക്ക്ഗ്രൗണ്ട് കളർ വന്നതുകൊണ്ടാണ് ഇവിടെ ആളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഹെഡിന് ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ടാവും, ബോഡിക്ക് വന്നിട്ടുണ്ടാവും, പീക്ക് വന്നിട്ടുണ്ടാവും. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ടാഗുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന് മുഴുവനായിട്ടും jQuery അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂണിവേഴ്സൽ, അതായത് സ്റ്റാർ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് ഒന്നാമത്തതിന് ഡെമോ എന്നിട്ടു, രണ്ടാമത്തതിന് നമ്മൾ ക്ലാസ് എന്നിട്ടതിന് ശേഷം ഇതിന് ഞാൻ ടെസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ വന്ന് ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഡെമോ ആണ് കാൾ ചെയ്യുന്നതെങ്കിൽ അതിന് മാത്രമായിട്ട് ഇവിടെ CSS jQuery വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇനി ടെസ്റ്റ് എന്നുള്ളതിന് കൂടി നമുക്ക് jQuery അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോമ ഇട്ടതിന് ശേഷം ഒരു ഡോട്ട് ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ടെസ്റ്റ് എന്നിട്ട് കൊടുത്താൽ ഇപ്പോൾ 2 ടാഗിനും ആയിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തതിനും നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ jQuery, ഇതിന് നമ്മൾ ID ആണ് ചേർത്ത് കൊടുക്കുന്നത്. ID എന്നിട്ടതിന് ശേഷം ഞാനിവിടെ വന്ന് 1 എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്ന് ID ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ഹാഷ് ഇട്ടതിന് ശേഷം ആ ID എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് 3നും ഇതേപോലെ തന്നെ jQuery അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ jQueryയിലെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് സെലക്ടേഴ്സ്. അപ്പോൾ ഈ സെലക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്കിവിടെ ചെയ്യാവുന്നത്. ഇതൊന്നുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, P എന്നുള്ള ടാഗ് മാത്രമായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, P എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ P എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായ എലമെൻറ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് മാത്രമായിട്ട് നമുക്ക് ഈ രൂപത്തിൽ ആ ടാഗ് jQuery ഇതിലേക്ക് അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ സെലക്ടേഴ്സ് ഉപയോഗിക്കാമെന്നും സെലക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു എക്സാമ്പിൾ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.